ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമഗ്ര പദ്ധതിയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനം നൂറ്റാണ്ടിന്റെ ആവശ്യകതയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഒക്ടോബർ 6-ന് വീണ്ടും ചേരും. ദുർഗാപൂജ വേളയിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ജനത്തിരക്ക്. ഇന്ന് ദുർഗാഷ്ടമി. സുസ്ഥിരവും ശക്തവുമായ സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. ഐസിസിയുടെ വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമഗ്ര പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. പലസ്തീനിലെയും ഇസ്രായേലിലെയും ജനതയ്ക്കും പശ്ചിമേഷ്യൻ മേഖലയ്ക്കും ഈ പദ്ധതി സുസ്ഥിര സമാധാനവും സുരക്ഷയും വികസനവും പ്രദാനം ചെയ്യട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് പിന്നിൽ എല്ലാ രാജ്യങ്ങളും അണിനിരക്കുമെന്ന പ്രത്യാശയും പ്രധാനമന്ത്രി പങ്കുവച്ചു. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെയും നേതാക്കളും ട്രംപിന്റെ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു.എസ്. പ്രസിഡന്റിന്റെ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി UAE, സൌദി, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കിയെ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരും തീരുമാനത്തെ സ്വാഗതം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് 2 വർഷമായി തുടരുന്ന ഗാസ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതി സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കുമെന്ന് സമാധാന പദ്ധതി വ്യക്തമാക്കുന്നു. ഇസ്രായേൽ കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടയക്കും. 2023 ഒക്ടോബർ 7-ന് ശേഷം തടവിലാക്കപ്പെട്ട 1700 ഗാസ നിവാസികളെയും 250 തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും. ഇന്ത്യൻ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനം നൂറ്റാണ്ടിന്റെ ആവശ്യകതയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോകം കണ്ടത് ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ സംയുക്ത പ്രകടനമാണെന്നും ന്യൂഡൽഹിയിൽ ട്രൈ സർവീസസ് സെമിനാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റം, കരസേനയുടെ ആകാശ് തീർ, നാവികസേനയുടെ ട്രൈഗൺ എന്നിവയുടെ സംയോജിത പ്രവർത്തനം ഈ വിജയത്തിൽ നിർണായകമായതായും അദ്ദേഹം പറഞ്ഞു. हमारी सरकार का तो ध्येय ही यही है कि हम तीनों सेनाओं के बीच ज्वाइंटनेस तथा इंटीग्रेशन को जितना भी बढ़ावा दे सकते हैं हमें बढ़ावा देना चाहिए. और हमारी सेनाएं न सिर्फ दुनिया की सर्वश्रेष्ठ सेनाओं में गिनी जाती हैं बल्कि उनके वैल्यूज और उनकी अप्रोच की भी दुनिया में सराहना होती है. और हमारी यह सर्विस की अपनी गौरवशाली परंपरा रही है और परंपरा के साथ मैं यह मानता हूं कि हमारी यह पहचान भी रही है. ആണവായുധങ്ങളിൽ നിന്നുള്ള ഭാവി വെല്ലുവിളികളെയും ജൈവ ഭീഷണികളെയും നേരിടാൻ സജ്ജമാകണമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ന്യൂഡൽഹിയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസസിന്റെ 100ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശാസ്ത്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ഇത്തരം വെല്ലുവിളികൾ കൂടുതലായി ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് അംഗങ്ങളെ സംയുക്ത സേനാ മേധാവി അഭിനന്ദിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ നരേന്ദ്രമോദി സർക്കാർ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്ത് ആധുനികവും സമഗ്രവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. രാഷ്ട്രത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിലെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം. 21ാം നൂറ്റാണ്ടിന്റെ ഇന്ത്യയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം. കുട്ടികൾക്ക് അറിവ് നൽകുന്നതിനു പുറമെ അവരുടെ ആത്മവിശ്വാസവും കഴിവും വളർത്തിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനായി തുല്യ അവസരം പ്രദാനം ചെയ്യുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. समान शिक्षा का मतलब है स्थान, वर्ग, क्षेत्र के कारण बच्चे शिक्षा से वंचित न रहे,
इसलिए नेशनल एजुकेशन पॉलिसी का विजन ये है, देश का प्रयास ये है कि गांव, शहर, अमीर, गरीब हर वर्ग में युवाओं को एक जैसा अवसर मिले. സുസ്ഥിരവും ശക്തവുമായ സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. നിക്ഷേപത്തിനുള്ള സുരക്ഷിത സ്ഥാനമായി ഇന്ത്യ തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പരിമിതമായ സ്വാധീനം മാത്രമേ സമീപ കാലയളവിൽ വരുത്തുകയുള്ളൂ എന്നും മൂഡീസ് വ്യക്തമാക്കി. എന്നാൽ കയറ്റുമതി, ഉൽപാദനം എന്നിവയിലെ ദീർഘകാല ലക്ഷ്യങ്ങളെ യുഎസ് തീരുവ ബാധിക്കാനിടയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടുത്ത മാസം 6-ന് സഭ വീണ്ടും ചേരും. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഉന്നയിച്ച വിഷയം പരിഗണിക്കപ്പെടാതിരുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം സ്പീക്കർ ഡയസിലേക്ക് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി കയറാൻ ശ്രമിച്ചെങ്കിലും വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു. ഇതിനിടെ ശ്രദ്ധ ക്ഷണിക്കൽ പരിഗണിക്കുകയും തുടർന്ന് നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയുമായിരുന്നു. PSC ഭേദഗതി ബിൽ, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, വ്യവസായ ഏകജാലക ക്ലിയറൻസ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കുകയും വിവിധ സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വിടുന്നതിന് തീരുമാനിക്കുകയും തുടർന്ന് സഭ വേഗത്തിൽ പിരിയുകയുമായിരുന്നു. നവരാത്രി ആഘോഷവേളയിൽ ജനങ്ങൾക്ക് ദുർഗാപൂജ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഈ ഉത്സവം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ആത്മീയ പൈതൃകത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ആഘോഷം സന്തോഷവും സമാധാനവും ആരോഗ്യവും നൽകട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ ജനത്തിരക്ക്. ഇന്നാണ് ദുർഗാഷ്ടമി. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലും ചോറ്റാനിക്കര, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും ഇന്നലെ പൂജ വെച്ചു. നാളെ മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിലാണ് പൂജയെടുപ്പ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പട്ടിക ലഭ്യമാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 7.24 കോടിയിലധികം സമ്മതിദായകരാണ് ഉൾപ്പെട്ടിരുന്നത്. ലഡാക്ക് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് രാജ്യരക്ഷാ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ. ലഡാക്ക് DGP ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ വീഡിയോകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന 100ാം വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 100ാം വാർഷികത്തിന്റെ സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഗുവാഹത്തി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. 8 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. ഇന്ത്യയുടെ അടുത്ത മത്സരം ഒക്ടോബർ 5-ന് പാകിസ്ഥാനെതിരെയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി താലിബാൻ. മൊബൈൽ നെറ്റ്വർക്ക് സേവനങ്ങളും വിച്ഛേദിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് സേവനങ്ങളെയും വിമാന സർവീസുകളെയും ഇത് ഗുരുതരമായി ബാധിച്ചു. നിരോധനത്തിന്റെ കാരണം താലിബാൻ വ്യക്തമാക്കിയിട്ടില്ല. കാബൂളിലെ ഓഫീസുകളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമഗ്ര പദ്ധതിയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സായുധ സേനകളുടെ സംയോജിത പ്രവർത്തനം നൂറ്റാണ്ടിന്റെ ആവശ്യകതയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഒക്ടോബർ 6-ന് വീണ്ടും ചേരും. ദുർഗാപൂജ വേളയിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ജനത്തിരക്ക്. ഇന്ന് ദുർഗാഷ്ടമി. സുസ്ഥിരവും ശക്തവുമായ സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യയെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.